ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് അക്ഷയ തൃതീയ വിഷ് ചെയ്യുന്നു. എല്ലാവരും പൂജയൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാനും എല്ലാം തീർത്തിരിക്കുകയാണ്. പൂജയെല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ഹിമാചലിലുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ് പോകുന്നത് എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. ഡിഷിന്റെ പേര് ആദ്യം ഞാൻ പറയട്ടെ. ഡിഷിന്റെ പേരാണ് മഹണി എന്നാണ് അതിന്റെ പേര്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്, സൂപ്പർ ഡിഷാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ബഡിനും പാലറ്റിനും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ എടുക്കാറില്ല, അല്ലെ? അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, മഹണി. അപ്പൊ മഹണി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് ഒരു ഡ്രിങ്ക് ആയിട്ട് അല്ലെങ്കിൽ ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന മാതിരി, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന മാതിരിയുള്ള മഹണിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പൊ മാങ്ങ സീസൺ ആണ്, അല്ലെ? അപ്പൊ പച്ച മാങ്ങ യൂസ് ചെയ്തിട്ടുള്ള ആം മഹണി ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഹിമാചൽ പഹാഡി ഖാന എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഹിമാചലിലുള്ള മഹണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വരും. അപ്പോൾ നമുക്ക് മഹനി ഉണ്ടാക്കാൻ തുടങ്ങാം. 2 വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ കുക്കറിലേക്ക് വെക്കുക. കുക്കറിൽ വെച്ചിട്ട് നല്ലപോലെ അതിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 വിസിൽ കൊടുക്കുക. 5 വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ മാങ്ങ ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഈ മാങ്ങേനെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടോളൂ, നന്നായിട്ട് വിസ്താരമുള്ള പാത്രത്തിലേക്ക് ഇട്ടോളൂ. എന്നിട്ട് മാങ്ങ വെന്ത ആ വെള്ളവും കൂടിയിട്ട് അവിടെ വെച്ചോളൂ. ഇതുപോലെ തൊലി ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ നിന്ന് എല്ലാം വരണം. ഇനി നല്ലപോലെ ഒന്ന് ആറട്ടെ. ആറിക്കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് തൊലിയൊക്കെ എടുക്കുക. തൊലി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ തൊലി നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് എടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ ആ കംപ്ലീറ്റ് അതിൽ നിൽക്കുന്ന ആ ദശയൊക്കെ അങ്ങോട്ട് വരട്ടെ. എന്നിട്ട് ഈ മാങ്ങ നമ്മൾ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആദ്യം അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മാങ്ങയൊന്ന് ഞെരടി എടുക്കുക. ഇതിലത്തെ കംപ്ലീറ്റ് ആ പൾപ്പ് മുഴുവൻ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ആ മാങ്ങ വെന്ത വെള്ളം ആദ്യം ഒഴിക്കുക. എന്നതിന് ശേഷം പിന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുറച്ചായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ആ മാങ്ങയുടെ ആ ഇതുണ്ടല്ലോ, ആ കംപ്ലീറ്റ് എസൻസും എടുത്ത് മാറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു മാങ്ങയുടെ പൾപ്പോട് കൂടിയിട്ടുള്ള ഒരു ജ്യൂസ് പോലെ നമുക്ക് കിട്ടും. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആയിരിക്കും നന്നായിട്ട് ഞെരടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ജ്യൂസായിട്ടും അവർ കുടിക്കാറുണ്ട്. ജ്യൂസായിട്ട് കുടിക്കുന്നത് എങ്ങനെയാണ്? ഇതിലേക്ക് ശർക്കരയും ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ജ്യൂസായിട്ട് കുടിക്കുന്നത്. നമ്മൾ പക്ഷേ ഇവിടെ കൂട്ടാനായിട്ടല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ കൂട്ടാനായിട്ട് ഉണ്ടാക്കണതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 3 സ്പൂണോളം ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി അവിടെ വെക്കുക. ഇനി മഹണി 2 രീതിയിലാണ് ഉണ്ടാക്കുക. ആ മഹണി 2 രീതിയിൽ, ഒന്ന് പച്ചക്കിടും, അല്ലാന്നുണ്ടെങ്കിൽ വറുത്തിട്ടിടും. ഞാനിവിടെ എണ്ണയിൽ വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വറുത്തിട്ടാണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. എന്നിട്ട് ഇതിലേക്ക് ജീരകപ്പൊടി, ലേശം മല്ലിപ്പൊടി, അതേമാതിരി തന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പിങ്ക് ഹിമാലയൻ സോൾട്ട്, അതായത് എന്താണ് പറയുക, ആ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഫ്ലേവർ വരണമെങ്കിൽ ആ ഹിമാലയൻ സോൾട്ട് യൂസ് ചെയ്താൽ സൂപ്പറായിരിക്കും. കുറച്ച് നമ്മുടെ ഉണക്കമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സോട്ടേ ചെയ്ത് ഇതൊന്ന് ബ്രൗൺ കളർ ആവണ സമയത്ത് ഇതിനെ എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇടുക. സൂപ്പറായിട്ടുള്ള ആ മഹണി റെഡി ആയിരിക്കുകയാണ്. ചപ്പാത്തി, ദോശ, ചോറ് സൂപ്പറായിരിക്കും മക്കളെ. ഇതൊക്കെ എങ്ങനെ കഴിക്കുക എന്ന് ചോദിക്കേണ്ട, ഇതിൻ്റെ കോമ്പിനേഷനാണ് ആ ഒരു ഹൈലൈറ്റ് ഉണ്ടാവുക. ഇതിനെ നല്ല പോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കൂ, ചപ്പാത്തിയുടെ കൂടെ കഴിച്ച് നോക്കൂ. യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. അത്രയ്ക്ക് സൂപ്പർ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോളൂ.
Susan, Yes, Mama. come on. Grab a spoon. Try this. You were looking at the whole dish so shocked. Yeah, Mom. Oh my God, this is wonderful. Oh God. What do you do? So simple, yeah? Yeah. Oh my. You can just keep eating rice. I was not even supposed to have. Yeah. Nice, yeah? Very nice. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നത് ഹിമാചലിൽ ഉണ്ടാക്കുന്ന മഹണി എന്ന് പറഞ്ഞ സംഭവമാണ്. ട്രഡീഷണൽ മഹണി അല്ലാതെ അവർ ഉണ്ടാക്കുന്ന വേറൊരു അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡ്രിങ്ക് ആയിട്ടും ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കുന്ന ആം മഹണിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പം ഇതുപോലുള്ള എന്താ പറയുക വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ വെജിറ്റേറിയനിലും നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. വെയിറ്റ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം ഒരു 6-7 മാസമായി ഞാനത് ചെയ്യാഞ്ഞിട്ട് 2 കിലോ കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് താഴ്ത്തി കൊണ്ടുവരണം. ആ ഒരു മെയിൻ്റെനൻസിൽ നിർത്തിയാലേ എനിക്ക് ശരിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ സമയവ്യത്യാസങ്ങൾ പലതും ഉണ്ട്. ഇപ്രാവശ്യം തുടങ്ങിയിരിക്കുന്നത് വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ട് ഭക്ഷണം കഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ 11 മണിയാവുന്നുണ്ട് ഞാൻ കഴിക്കാൻ. എന്തായാലും 18 മണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പതുക്കെ പതുക്കെ വീണ്ടും ആ ഒരു റൂട്ടീനിലേക്ക് കടക്കുകയാണ്. ഇപ്പം ഇതാ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ടാണ് ഞാൻ ചോറ് ഉണ്ണുന്നത്. മഹണി, ചോറ് ആൻഡ് മുട്ട ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. മഹണി 2 രീതിയിൽ വെക്കാം. അതായത് വറുത്തിടാണ്ടിയും വെക്കാം, പച്ചയ്ക്കും വെക്കാം. അതായത് വറുത്തിട്ടിട്ടും വെക്കാം, പച്ചയ്ക്കും വെക്കാം. ഞാൻ വറുത്തിട്ടിട്ടാണ് കാണിച്ചത്. ഗ്യാരണ്ടി ടേസ്റ്റഡ്. ചോറ് പോണ വഴി അറിയില്ല. എന്തൊരു നല്ലൊരു കറി അറിയോ. ഹിന്ദിയിൽ പഹാഡി ഖാന എന്നറിയപ്പെടുന്ന തന്നെ വളരെ സിമ്പിൾ ഡിഷസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. മാങ്ങയുടെ സീസണല്ലേ, പച്ചമാങ്ങ എന്തായാലും വീട്ടിലൊക്കെ ഉണ്ടാവും. ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Winnie's Kitchen.